Hi students, welcome to the second class on machine shop. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്ന നിലക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്തൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നും അതിൻ്റെ ബിഹേവിയർ എന്തൊക്കെയായിരിക്കാമെന്നും അത് എത്ര സ്യൂട്ടബിളാണ് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി എത്ര സ്യൂട്ടബിളാണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ച് ചെറിയൊരു ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയൊരു കാരണം ഇതൊരു പ്രാഥമികമായിട്ടുള്ള അറിവാണ്. മെറ്റീരിയൽസിനെ കുറിച്ച് വളരെ കൂടുതൽ പഠിക്കാനുണ്ട്. റിപ്പീറ്റ് ശ്രദ്ധിക്കുക. വർക്ക്ഷോപ്പ് പ്രാക്ടീസ് 3 മെഷീൻ ഷോപ്പ് എ ക്ലാസ് ഓൺ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. നമുക്ക് ആദ്യം എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. Classification of engineering material. Engineering materials are mainly classified into, you can see, metals, non-metals and composites. Metals വരുന്നത് ferrous materials and non-ferrous materials. Ferrous materials എന്ന് പറഞ്ഞാൽ അയൺ കണ്ടെയ്ൻ ചെയ്ത മെറ്റീരിയൽസിനാണ് ഫെറസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അയൺ ഇല്ലാത്ത മെറ്റീരിയലിനെ നമ്മളെന്ന് പറയുന്നത് നോൺ ഫെറസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നോൺ മെറ്റൽസിൽ പെടുന്നത് സെറാമിക്സ്, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക്സ് ആൻഡ് ഇലാസ്റ്റോമേഴ്സ്. നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാകും നിങ്ങൾ സെറാമിക്സ്, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക്സ് ആൻഡ് ഇലാസ്റ്റോമേഴ്സ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. കോമ്പോസിറ്റ്സ്, കോമ്പോസിറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിനെ പറയാം. ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിമെൻ്റ് ഉണ്ട്, അതിൽ പിന്നെ അഗ്രിഗേറ്റ്സ് ഉണ്ട്, പിന്നെ സ്റ്റീലുണ്ട്. പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ കോമ്പണൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള അത് ബിഹേവ് ചെയ്യുന്നത്. അതിൽ കാർബൺ റെസിൻ, ഫൈബർ ഗ്ലാസ് റെസിൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതായത് ഇത് വേറൊരു ടേബിളാണ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ളത്. നോൺ മെറ്റൽസ് ദേ ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസ് സബ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫെറസ് മെറ്റീരിയൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽസ്. ദാറ്റ് ഈസ് ഫെറസ് മീൻസ് അയൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ അയൺ, ദാറ്റ് ഈസ് നോൺ ഫെറസ്. അയൺ കണ്ടെയ്നിങ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? റോട്ട് അയൺ, കാർബൺ സ്റ്റീൽസ്, അലോയ് സ്റ്റീൽസ് ആൻഡ് കാസ്റ്റ് അയൺസ്. നോൺ ഫെറസിൽ വരുന്നത് അലുമിനിയം, കോപ്പർ, ലെഡ്, സിൽവർ, ടിൻ, സിങ്ക്, etc. നോൺ മെറ്റൽസ് വരുന്നത് പോളിമേഴ്സ്, സെറാമിക്സ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്, തെർമോപ്ലാസ്റ്റിക്സ്. അത് പോളിമേഴ്സിൽ വരുന്നതാണ്. പോളിമേഴ്സിൽ വരുന്ന 2 ടൈപ്പ് പ്ലാസ്റ്റിക്സ് ആണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്കും. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വീണ്ടും അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കിനെയാണ്. അത് ഒരിക്കൽ അത് പിന്നെ മോഡൽ ഷേപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനെ തിരിച്ചിട്ട് അതിനെ ചൂടാക്കിയിട്ട് സോഫ്റ്റൻ ചെയ്തിട്ട് വീണ്ടും അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക്കിന് അതിനെ വീണ്ടും അത് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ബിക്കം സോഫ്റ്റ്. അതാണ് തെർമോപ്ലാസ്റ്റിക്. then സെറാമിക്സ്. സെറാമിക്സിൽ പെടുന്നതാണ് റിഫ്രാക്ടറീസ്, എബ്രാസീവ്സ്, ഗ്ലാസ്, സിമെൻറ്റ്, കോൺക്രീറ്റ് എല്ലാം സെറാമിക്സിൽ പെടുന്നതാണ്. പക്ഷേ നമുക്കിനി എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ, അതായത് ഫെറസ് മെറ്റീരിയൽസ്, നോൺ ഫെറസ് മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മുടെ മെയിൻ ഏരിയ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള മെറ്റീരിയൽസ് ഒക്കെ, അതായത് പോളിമേഴ്സ്, സെറാമിക്സ്, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഫെറസ് മെറ്റീരിയൽസിലേക്ക് വരാം. കാരണം നമ്മുടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫെറസ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോകാം. നമുക്കിനി പോളിമേഴ്സിനെ കുറിച്ച് പറയാം. പോളിമേഴ്സ് എന്ന് അതിൻ്റെ പേര് തന്നെയുണ്ട്. പോളി എന്ന് പറഞ്ഞാൽ മിനി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ചെറിയ ചെറിയ മോളിക്യൂൾസ്, അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അത് ആ മോളിക്യൂൾസ് റിപ്പീറ്റ് ചെയ്ത് വലിയ ലോങ് ചെയിൻ ഫോം ചെയ്യുന്നു. ആ ചെയിൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, ത്രീ ഡയമെൻഷണൽ ചെയിനാണ്. അപ്പോൾ അതിൻ്റെ മൊത്തം വലിയ ഹെവി ആയിട്ടുള്ള മോളിക്യൂൾ ഫോം ചെയ്യുന്നു. അതിനെയാണ് പോളിമർ എന്ന് പറയുന്നത്. പോളിമർ നാച്ചുറലി ഒക്കറിങ് പോളിമർ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. നാച്ചുറലി ഒക്കറിങ് പോളിമർ ലൈക്ക് റബ്ബർ ഒരു നാച്ചുറൽ പോളിമറാണ്. ദെൻ സിന്തറ്റിക് പോളിമേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. പോളിവിനൈൽ ക്ലോറൈഡ്, പോളിപ്രോപ്പിലീൻ, അങ്ങനെ കുറേ നിങ്ങൾക്കറിയാം. സാധാരണ നിങ്ങൾ ചെറുതൊക്കെ കേട്ടിട്ടുണ്ടാവും. Polymers are they're classified into polymer materials and plastics. Then the plastics are classified into the thermoplastic and thermosetting plastic. Thermoplastic എന്താണ്? A thermoplastic is any substance material which melts into soft pliable form above certain temperature and solidifies upon cooling. Thermoplastic can be remelted and reshaped in number of times. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. തെർമോപ്ലാസ്റ്റിക് എന്താ? തെർമോപ്ലാസ്റ്റിക് നമുക്കൊരിക്കൽ ഷേപ്പ് ചെയ്തതിന് ശേഷം, ഒരു മോൾഡ് ഉണ്ടാക്കി ഒരു ഫോം വരുത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും അതിനെ ചൂടാക്കിയിട്ട് അതിന് വീണ്ടും ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇത് ക്യാൻ ബി റീയൂസ്ഡ്. അതാണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് പ്ലാസ്റ്റിക് ഓൺ ഹീറ്റിംഗ് ഇറ്റ് സോഫ്റ്റൻസ്. അതേസമയത്ത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് അതൊരിക്കലും ഒരു ഷേപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനെ ചൂടാക്കിയിട്ട് അതിന് ഷേപ്പ് മാറ്റാനൊന്നും കഴിയില്ല.
അങ്ങനത്തെ പ്ലാസ്റ്റിക്സ് എന്താ പറയുക, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. അതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ മാറ്റാണ്. അതായത് വളരെ ചൂടൊക്കെ താങ്ങേണ്ടി വരുന്ന എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുക. അത് കണ്ട് ഇനി ഇലാസ്റ്റോമേഴ്സും ഒരു പോളിമറാണ്. പക്ഷേ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയുള്ള ഒരു പോളിമറിനെയാണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുക. അതായത് അത് ലൈക്ക് റബ്ബർ അങ്ങനത്തെ ഒക്കെ കാര്യം അതിനാണ് ഇലാസ്റ്റോമേഴ്സ്. റബ്ബർ ലൈക്ക് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ്, അതായത് ദേ റീഗെയിൻ ദ ഷേപ്പ് ആഫ്റ്റർ. അതായത് അതിൻ്റെ മുകളിൽ അത് ഷോസ് ആൻ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. അതിന് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അത് വീണ്ടും അതിൻ്റെ സാധാരണ ഷേപ്പിലേക്ക് തിരിച്ചു വരും. ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്ത തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആൻഡ് ഇലാസ്റ്റോമേഴ്സ് അതിൻ്റെ എക്സാമ്പിൾസിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ സ്ലൈഡ് നോക്കുക. തെർമോപ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾസ് ആണ് അക്രിലിക്സ്, നൈലോൺ, PVC, polyethylene. Then thermosetting plastics, epoxy resins, phenolics, polyesters, polyurethanes. ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ ആണ് റബ്ബർ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് റബ്ബർ. നാച്ചുറൽ റബ്ബറും സിന്തറ്റിക് റബ്ബറും ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിളാണ്. പിന്നെ സിലിക്കോൺസ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് നോക്കാം. എന്തിനൊക്കെയാണ് ഈ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഏതൊക്കെ ടൈപ്പാണുള്ളത് എന്നൊക്കെ ടേബിൾ കാണാം നിങ്ങൾക്ക്. അതിൽ എന്തൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോളിയെത്തിലീൻ, പോളിയമൈഡ്, ഫ്ലൂറോകാർബൺ, ടഫ്ലോൺ എന്ന് പറയുന്നത്, പോളിസ്റ്റർ, ദെൻ വിനൈൽ, പോളിസ്റ്റൈറീൻ. അതിൽ ഒരു എക്സാമ്പിൾ നോക്കാം. പോളിയെത്തിലീൻ, ഇത് പോളിത്തീൻ നമ്മൾ പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കെമിക്കലി റെസിസ്റ്റൻ്റ് ആണ്, ടഫാണ്, ലോ ഫ്രിക്ഷൻ കോഫിഷൻ, ലോ സ്ട്രെങ്ത്. ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പോളിത്തീൻസ് ആർ യൂസ്ഡ് ഫോർ ഫ്ലെക്സിബിൾ ബോട്ടിൽസ്, ടോയ്സ്, ബാറ്ററി പാർട്സ്, ഐസ് ട്രേസ്, ഫിലിം റാപ്പിംഗ് മെറ്റീരിയൽസ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാണാം. ഇതൊന്നുമല്ല ഉള്ളത്, കുറേ ഉണ്ട്. അതിൽ കുറച്ചെണ്ണം ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അല്ലാത്ത ടൈപ്പിലുള്ള പ്ലാസ്റ്റിക്സ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് മാറ്റമായിരിക്കും. അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് മാറുന്നതുകൊണ്ട് തന്നെ ചില മെറ്റീരിയൽസ് നിങ്ങൾക്കറിയാം, നല്ല ചൂട് താങ്ങുന്ന പ്ലാസ്റ്റിക് ഉണ്ട്, ചൂട് തീരെ താങ്ങാൻ പറ്റാത്ത പ്ലാസ്റ്റിക് ഉണ്ട്. ഓരോ ആപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് പല ടൈപ്പ് പ്ലാസ്റ്റിക്സാണ് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് വേറെ ഒന്നായിരിക്കും, സാധാരണ ടോയ്സിന് ഉപയോഗിക്കുന്നത് വേറെ ഒന്നായിരിക്കും. ഓക്കെ, സെറാമിക് മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സെറാമിക്സ് ആർ കോമ്പൗണ്ട്സ് ഓഫ് either മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് എലമെൻറ്റ്സ്. അതായത് സെറാമിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പൗണ്ട് ദാറ്റ് മേ ബി മെയ്ഡ് ഫ്രം either മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് എലമെൻറ്റ്സ്. സെറാമിക്സ് എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് മെറ്റീരിയലാണ്, പക്ഷെ അത് മെറ്റാലിക്കോ നോൺ മെറ്റാലിക്കോ ആയ എലിമെൻറ്റ്സിന് ഉണ്ടാക്കാം. സെറാമിക്സിൽ വരുന്നത് ഓക്സൈഡ്സ് ഉണ്ടാകാം. സെറാമിക്സ് മെറ്റീരിയൽസിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സെറാമിക്സ് മേ ബി ഓക്സൈഡ്സ്, കാർബൈഡ്സ്, നൈട്രൈറ്റ്സ് ആകാം. ഓക്സൈഡ്സിൽ വരുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡാണ്, അലുമിനിയത്തിൻ്റെ ഓക്സൈഡാണ് പറയുന്നത് അലുമിന. സിർക്കോണിയ എന്ന് പറയുന്നത് വേറൊരു ഓക്സൈഡാണ്. ഇത് സിർക്കോണിയുടെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡൈസ് ഫോർ മെറ്റൽ എക്സ്ട്രൂഷൻ ആൻഡ് ഓൾസോ ആസ് ആൻ അബ്രാസീവ്. ദെൻ കാർബൈഡ്സ് ഉണ്ട്, നൈട്രൈറ്റ്സ് ഉണ്ട്. കാർബൈഡ്സ് വരുന്നത് കുറേ കാർബൈഡ്സ് ഉണ്ട്. ടങ്സ്റ്റൺ കാർബൈഡ് ഉണ്ട്, സിലിക്കൺ കാർബൈഡ് ഉണ്ട്, ദെൻ ടൈറ്റാനിയം കാർബൈഡ് ഉണ്ട്. ദെൻ നൈട്രൈറ്റ്സ് വരുന്നത് ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. ഇതുകൂടാതെ റിഫ്രാക്ടറി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. റിഫ്രാക്ടറി മെറ്റീരിയൽസ് സെറാമിക്സ് ആണ് ഉപയോഗിക്കുന്നത് റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ട്. ദെൻ ഇതിൽ അലുമിനിയം ഓക്സൈഡും സിലിക്കൺ കാർബൈഡൊക്കെ നമുക്ക് അബ്രസീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൂടാതെ സെറാമിക്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ അഡ്വാൻസ് സെറാമിക്സ് ആണ്. സെറാമിക്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സെറാമിക്സ് നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്? പാത്രത്തിന്, അതായത് നമ്മുടെ പാത്രങ്ങൾ, ദെൻ ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി പോട്ടുകൾ, പോർട്സ്ലൈൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറാമിക്സ് ആണല്ലേ. സെറാമിക്സ് അതായത് അത് ഒരു മണ്ണ് ഉപയോഗിച്ചിട്ട് ഷേപ്പ് അതിന് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് ഹാർഡൻ ചെയ്തെടുക്കുകയാണ്. സെറാമിക്സിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്കറിയാം എന്തൊക്കെ? സെറാമിക്സ് ഭയങ്കര ഹാർഡാണ്, ബ്രിട്ടിലാണ്, ദെൻ കൊറോഷൻ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് കാണാം കാർബൈഡ്സിൽ ടങ്സ്റ്റൺ കാർബൈഡൊക്കെ കട്ടിംഗ് ടൂള് മെഷീൻ ഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പോരാത്തതിന് ക്യൂബിക് ബോറോൺ നൈട്രൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ കാണാം. സെക്കൻഡ്
ഇൻ ഹാർഡ്നെസ് ടു ഡയമണ്ട്. ഡയമണ്ട് കഴിഞ്ഞാൽ ഏറ്റവും ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് ക്യൂബിക് ബോറോൺ നൈട്രൈഡ്. അപ്പോൾ അതും കട്ടിങ് ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് കാണാം റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആയിട്ട് ഫർണസിലും ക്രൂസിബിൾസ് റിയാക്ടേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അലുമിനിയം ഓക്സൈഡ്, അലുമിന, സിലിക്കൺ ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ഫയർക്ലൈസ് റിഫ്രാക്ടറി മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ അബ്രസീവ് സെറാമിക്സിൽ ഒന്ന് മെയിനായിട്ടുള്ളത് ഡയമണ്ട് ആണ്. ഡയമണ്ട് സെറാമിക് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡയമണ്ട് ഒരു ഓർഗാനിക് മെറ്റീരിയലാണ്. അപ്പോൾ അത് ഇൻഓർഗാനിക് മെറ്റീരിയൽസാണ് സാധാരണ സെറാമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തായാലും ഡയമണ്ട് അതിൽ കെൻ ബി കോൾഡ് ആസ് സെറാമിക്. അതൊരു നാച്ചുറലാണ്. സിന്തറ്റിക്കും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ എബ്രസീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സിലിക്കൺ കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ്, ദെൻ സിലിക്ക സാൻഡ്. ഇതൊക്കെ എബ്രസീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സെറാമിക്സ് ആണ്. ദെൻ കോമ്പോസിറ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിനെ പറയാം. ഇപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിമെൻ്റ് ഉണ്ട്, അതിൽ ദെൻ അഗ്രിഗേറ്റ്സ് ഉണ്ട്, ദെൻ സ്റ്റീലുണ്ട്. പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ കോമ്പണൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള അത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോമ്പോസിറ്റിൻ്റെ റിസൾട്ടിങ് മെറ്റീരിയൽ ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ഫിസിക്കലി ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ദെൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ കോമ്പണൻസ്. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണാമല്ലോ. ഇപ്പോൾ കോമ്പോസിറ്റ് എന്ന് പറയുന്നത് 2-3 ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മെറ്റീരിയൽ, അതിനാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് നിങ്ങൾ കാർബൺ കോമ്പോസിറ്റ് കേട്ടിട്ടുണ്ടാവും. അതായത് കാർബണിൻ്റെ ലെയേഴ്സിൻ്റെ മുകളിൽ ഗ്രാഫൈറ്റ് ലെയേഴ്സിൻ്റെ മുകളിൽ കാർബൺ ഫൈബർ കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്ത മെറ്റീരിയൽ. അങ്ങനെ നമ്മൾ കോമ്പോസിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസുള്ള മെറ്റീരിയൽസ് നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതിൻ്റെ ഡെഫിനിഷൻ കണ്ടു. ദ മെറ്റീരിയൽ സിസ്റ്റം കമ്പോസ് ഓഫ് 2 or more ഫിസിക്കലി ഡിസ്റ്റിങ്ക്ട് ഫേസസ്. അതൊക്കെ ഉണ്ട്. എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾക്ക് സിമെൻറ്റഡ് കാർബൈഡ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് WC എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ കാർബൈഡാണ്. ടങ്സ്റ്റൺ കാർബൈഡ് വിത്ത് കോബൈൻഡർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ടങ്സ്റ്റൺ കാർബൈഡ് എന്ന ടൂൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ടങ്സ്റ്റൺ കാർബൈഡിൻ്റെ പൗഡർ, ഫസ്റ്റ് കൊബാൾട്ട് പൗഡർ, ഇതൊക്കെ കൂടി ഒരു മോൾഡിൽ വെച്ച് അതിനെ കോമ്പാക്ട് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ അതിനെ കോമ്പാക്ട് ചെയ്തിട്ട് ആണ് ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. സിൻറ്ററിങ് എന്ന് പറയാം പ്രോസസ്സിന്. അപ്പോൾ ഹൈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ ടെമ്പറേച്ചർ ഉയരും. അപ്പോൾ ഇതൊക്കെ വെൽ പാക്ക്ഡ് ആവും. അങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് റബ്ബർ മിക്സ്ഡ് വിത്ത് കാർബൺ ബ്ലാക്ക്, പിന്നെ വുഡ്, ദെൻ പ്ലാസ്റ്റിക് മൗൾഡിങ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഫില്ലേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും തന്നെ കൂടുതൽ പറയാൻ, ഇത് നമ്മുടെ സബ്ജക്റ്റേ അല്ല, എന്നാലും കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നത് ഒന്നുമില്ല. ഡിഫറെൻറ്റ് കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെറ്റീരിയൽസ് ചേർത്ത് വെച്ച് പുതിയൊരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. കാരണം ചില അഡ്വാൻറ്റേജസ് വേണ്ടിയിട്ട് ചില സമയത്ത് 2 മെറ്റീരിയൽസ് തമ്മിൽ സിംഗിളായിട്ട് നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല കമ്പൈൻഡ് സ്റ്റേറ്റിൽ ഉണ്ടാവും. ഫൈബർ ഷീറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഫൈബർ ഷീറ്റ്സ് എന്ത് റെസിൻ മെറ്റീരിയൽ ആയിരിക്കും. റെസിൻ മെറ്റീരിയലിൻ്റെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബേഴ്സ്, സിന്തറ്റിക് നാച്ചുറൽ ഫൈബേഴ്സ് ചേർക്കുമ്പോൾ ആ മെറ്റീരിയലിന്, അതായത് ഒരു റെസിനായിട്ട് മാത്രം നിൽക്കുമ്പോൾ അതിന് കൂടുതൽ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ, ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഫൈബേഴ്സ് കൂടി അതിന് ചേരുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറി. അതായത് കൂടുതൽ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ലൈറ്റാണ്, കൂടുതൽ ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അതാണ് ഈ കോമ്പോസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. ട്രഡീഷണൽ കോമ്പോസിറ്റ്സ് ഉണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കോൺക്രീറ്റ്, അസ്ഫാൾട്ട്. സിന്തറ്റിക് കോമ്പോസിറ്റ്സ്, മോഡേൺ മെറ്റീരിയൽ സിസ്റ്റം നോർമലി അസോസിയേറ്റ് മാനുഫാക്ചർ ഇൻഡസ്ട്രീസ്. അതൊക്കെ അഡ്വാൻസ്ഡ് ആണ്. കുറച്ചായിട്ട് അഡ്വാൻസ് ചെയ്യുക എന്തൊക്കെയാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്നില്ല. പല ടൈപ്പ് കോമ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ പല ആപ്ലിക്കേഷൻ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽസ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ അയൺ ആർ കോൾഡ് നോൺ ഫെറസ് മെറ്റൽസ്. ഫെറം എന്ന് പറഞ്ഞാൽ അയൺ ആണ്. അപ്പോൾ ലാറ്റിൻ വേർഡാണ് ഫെറം എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ അയൺ ആർ കോൾഡ് നോൺ ഫെറസ് മെറ്റൽസ്. ഓക്കെ, അതൊക്കെയാണ് നോൺ ഫെറസ് മെറ്റൽസ്. നമുക്ക് നോക്കാം. നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് എത്രയോ മെറ്റീരിയൽസ് നമുക്കറിയാം. നോൺ ഫെറസ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന്. Non-ferrous metals, elements other than iron as the chief constituents are usually referred to as non-ferrous metals. There is a wide variety of non-metals in practice. അപ്പോൾ അതിൽ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. അലൂമിനിയം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ വൈറ്റ് മെറ്റൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം അലൂമിനിയാണ്. ഇൻ ഇറ്റ്സ് പ്യൂർസ്റ്റ് ഫോം ഇറ്റ്സ് വീക്ക്, സോഫ്റ്റ്, ബട്ട് addition of small amounts of copper, manganese, silicon and magnesium makes it hard and strong.
ഇറ്റ്സ് ഓൾസോ കൊറോഷൻ റെസിസ്റ്റൻറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസാണ്. ഇറ്റ്സ് അലുമിനിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് കൊറോഷൻ റെസിസ്റ്റൻറ്റ് ആൻഡ് ലോ വെയ്റ്റ് ആൻഡ് നോൺ ടോക്സിക്. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, ബെറ്റർ കണ്ടക്ടറാണ്. അലുമിനിയം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റീൻ്റെ കണ്ടക്ടറാണ്, ഹീറ്റിനുള്ള കണ്ടക്ടറാണ്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ അലുമിനിയത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബട്ട് അലുമിനിയം പക്ഷേ അതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദേ ആർ നോട്ട് സ്ട്രോങ്. അത് അധികം ലോഡ് താങ്ങാൻ പറ്റില്ല, അധികം സ്ട്രെങ്ത് ഇല്ല, ടെൻസൈൽ ലോഡോ കംപ്രസീവ് ലോഡൊന്നും താങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് അലോയിങ് എന്ന പ്രോസസ്സിലൂടെ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എന്താ പറയാനുള്ളത്. അലുമിനിയത്തിൻ്റെ അലോയ്സ് നമുക്ക് നോക്കാം. അലുമിനിയത്തിൻ്റെ അലോയ്സ് ആണ് ഡുറാലുമിൻ. ഡുറാലുമിൻ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കുന്നതാണ്. എന്തിൻ്റെയൊക്കെ അലോയ് ആണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. കോപ്പർ, മാംഗനീസ്, മഗ്നീഷ്യം, അലുമിനിയം. അലുമിനിയത്തിലൂടെ ഇത് കോപ്പറും മാംഗനീസും മഗ്നീഷ്യം ഒക്കെ അലോയ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡുറാലുമിൻ. ഓക്കെ, ദെൻ വൈ അലോയ് എന്ന് പറഞ്ഞാൽ 4% കോപ്പർ, 1.5% മാംഗനീസ്, നിക്കൽ 6%, സിലിക്കോൺ, മഗ്നീഷ്യം, അയൺ ആൻഡ് റസ്റ്റ് ഈസ് അലുമിനിയം. ഇത് വേറൊരു അലയാണ്. ഇതിൽ പറഞ്ഞ ഇറ്റ്സ് ഗിവ്സ് ലാർജ് സ്ട്രെങ്ത് അറ്റ് ഹൈ ടെമ്പറേച്ചർ, യൂസ്ഡ് ഫോർ എയർക്രാഫ്റ്റ് എഞ്ചിൻ പാർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ദെൻ മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ അലൈ ഓഫ് അലുമിനിയം. 2 to 10% magnesium, contains 1.7% copper, lightweight, good strength, is used for aircraft and automobile components. അലുമിനിയത്തിൻ്റെ അലോയ്സ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ കുറവ് ഉപയോഗിക്കുന്നുണ്ട്. സിലിണ്ടർ ബ്ലോക്കൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ അലുമിനിയത്തിൻ്റെ അലോയാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് അലോയ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് വല്ലാതെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നെക്സ്റ്റ് കോപ്പറിനെ കുറിച്ച് പറയാം. കോപ്പർ നമുക്കറിയാം, കോപ്പറിന് പ്രോപ്പർട്ടീസ് ബെറ്റർ കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും നല്ല കണ്ടക്ടറാണ്, ഹീറ്റിൻ്റെ ഏറ്റവും നല്ല കണ്ടക്ടറാണ്. ദെൻ അതിനെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ഇറ്റ്സ് ഹാവിങ് ഗുഡ് മാലിയബിലിറ്റി ആൻഡ് ദെൻ കെൻ ബി ഫോംഡ് ഇൻ ടു പ്ലേറ്റ്സ്, ദെൻ ഇൻ ടു വയേഴ്സ്. ഇറ്റ്സ് ഹാസ് ഡക്ലിറ്റി. പിന്നെ അതിൻ്റെ അലോയ്സ് നമുക്ക് നോക്കാം. ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കിൻ്റെ അലോയാണ്. ഫണ്ടമെൻ്റലി ബൈനറി അലോയ് വിത്ത് സിങ്ക് അപ് ടു 50% വരെ സിങ്ക് ഉണ്ട്. ലെഡ് ഉണ്ട് അതിൽ. ലെഡ് ഗീവ്സ് ഗുഡ് മെഷീനിങ് ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മുമ്പേ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതർ നോൺ ഫെറസ് മെറ്റൽസ് നമുക്ക് പരിചയപ്പെടാം. സിങ്ക്, ടിന്ന്, ലെഡ്, മെർക്കുറി, നിക്കൽ, ടൈറ്റാനിയം, ഗോൾഡ്, സിൽവർ, ETC, അങ്ങനെ കുറേ നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതാണ് നോൺ ഫെറസ് മെറ്റൽസ്. ഇനി ഫെറസ് മെറ്റൽസിനെ കുറിച്ച് പറയാം. ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അയൺ കണ്ടെയ്നിങ് മെറ്റൽസിനാണ് ഫെറസ് മെറ്റൽസ് എന്ന് പറയുക. മെറ്റൽസ് വിച്ച് കണ്ടെയ്ൻ അയൺ ഇസ് കോൾഡ് ഫെറസ് മെറ്റൽസ്. അയൺ മാത്രമല്ല അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് കണ്ടെയ്ൻസ് കാർബൺ, ദെൻ അതർ എലമെൻറ്റ്സ് സച്ച് ആസ് സിലിക്കൺ, ദെൻ സൾഫർ, ഫോസ്ഫറസ്, മാംഗനീസ്, മഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ടാകും. കാരണം അയൺ ഓറൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അയൺ ഓറിൽ അതിൻ്റെ അയണിൻ്റെ ഓക്സൈഡ് ഫോമിലും മറ്റുള്ള ഫോമിലൊക്കെയാണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഇംപ്യൂരിറ്റീസ് ആയിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അയൺ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് അയൺ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കുപ്പോള ഫർണസ് കേട്ടിട്ടുണ്ടാവും, ബ്ലാസ്റ്റ് ഫർണസ് കേട്ടിട്ടുണ്ടാവും. നമുക്കതൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം. പ്രൊഡക്ഷൻ ഓഫ് പിഗ് അയൺ. നമ്മൾ ആദ്യം അയൺ ഓർന്നുണ്ടാകുന്ന അയണാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ പിഗ് അയൺ എങ്ങനെ ഉണ്ടാക്കുന്നതില്ല പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം. ഇത് ഫർണസാണ്. ഫർണസിൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അയണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, പിഗ് അയണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? അയൺ ഓർ ഉപയോഗിക്കും. അയൺ ഓറിൻ്റെ കൂടെ ലൈം സ്റ്റോൺ ഉപയോഗിക്കും. ലൈം സ്റ്റോൺ ഒരു ഫ്ലക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ കോക്ക് ഉപയോഗിക്കും. കോക്ക് ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. അപ്പോൾ കോക്ക്, ലൈം സ്റ്റോൺ ഒക്കെ കൂടിയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അയണിൻ്റെ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. കാരണം അതിൽ അയൺ ഓക്സൈഡിൽ ഓക്സിജൻ കോക്കിലെ കാർബണിനോട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡൊക്കെ ആയിട്ട് റിലീസ് ആവും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അയൺ സെപ്പറേറ്റ് ചെയ്തിട്ട് വരും. അയൺ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ കോക്ക് ഒരു ഫ്യൂവലും റെഡ്യൂസിങ് ഏജൻ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കാണാം. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിങ്ങൾ സ്ലൈഡ് കാണുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. Coke is a fuel with very few impurities. It produces carbon monoxide during combustion, which prevents much of the iron from forming into iron oxides. Next, limestone. Limestone combines with അതായത് ഇതിൻ്റെ കൂടെ ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിൻ്റെ കൂടെ കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല. കുറേ ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈംസ്റ്റോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈംസ്റ്റോൺ ഈ ഇമ്പ്യൂരിറ്റീസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സ്ലാഗായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിൽ ഫിഗറിൽ കാണാൻ പറ്റും. സ്ലാഗ് ഇതിലോട്ടങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. മോട്ടർ അയൺ മറ്റേ ഭാഗത്തിലൂടെ പോവുക. അപ്പോൾ താഴ്ന്ന് എയറിൻ്റെ ഒരു ബ്ലാസ്റ്റ് പോകും. ഈ എയറുമായിട്ടാണ് ഇത് റിഡക്ഷൻ നടക്കുന്നത്. ഇത് അയൺ ഉള്ളിലുള്ള കാർബണൊക്കെ
റെഡ്യൂസ് ചെയ്ത് പോകുന്നത് ഈ ഹോട്ട് എയർ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ മോണോക്സൈഡ് ഒക്കെ ആയിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് പിഗ് അയൺ ഈസ് ഫസ്റ്റ് സെപ്പറേറ്റ് ഫ്രം അയൺ ഓർ ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ദെൻ പിഗ് അയൺ ഈസ് വെരി ബ്രിട്ടിൽ ഹാർഡ്. അപ്പോൾ പിഗ് അയൺ എന്ന് പറയുന്നത് ഭയങ്കര പിഗ് അയണിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പിഗ് അയൺ ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്ന അയണാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ പിഗ് അയണിൽ കാർബൺ കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹാർഡാണ്, ബ്രിട്ടിലാണ് ആൻഡ് നോൺ മെഷീനബിൾ അറ്റ് കോൾഡ് ആൻഡ് ഹോട്ട് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ്ലെസ് എനി റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. ഫോർ ദിസ് റീസൺ പിഗ് അയൺ ഈസ് റിഫൈൻഡ് ഫർദർ. അതുകൊണ്ട് തന്നെ അത് ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളതിനെ ഫെർദറായിട്ട് റിഫൈൻ ചെയ്യും. അപ്പോൾ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റും, കാസ്റ്റ് അയൺ സ്റ്റീലൊക്കെ ആക്കി മാറ്റും. അപ്പോൾ എന്തിലൊക്കെയാണ്, ഏത് ഫർണസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ കാസ്റ്റ് ചെയ്യണം ദെൻ സ്റ്റീലൊക്കെ ആക്കി മാറ്റുന്നത് നമുക്ക് നോക്കാം. ഏത് കുപ്പോള ഫർണസ് ഉപയോഗിച്ചിട്ടാണ് പിഗ് അയൺ നമ്മൾ എന്ത് ചെയ്യും, കാസ്റ്റ് അയണിലാക്കി മാറ്റുന്നത്. സ്റ്റീലാക്കി മാറ്റുന്ന ഫർണസാണ് എന്തൊക്കെയാണ്, ബെസിമറും അങ്ങനെ കുറേ LD പ്രോസസ്സൊക്കെ ഉണ്ട് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിനു മുമ്പേ ഇത് എന്തൊക്കെ ടൈപ്പ് കാസ്റ്റ് അയൺ എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ഒന്ന് പഠിക്കാം. നമുക്ക് മറ്റുള്ള പ്രോസസ്സിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അപ്പോൾ കാസ്റ്റ് അയൺ എത്ര ടൈപ്പ് ഉണ്ട്, അതായത് നേരത്തെ പറഞ്ഞ പിഗ് അയണിനെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മളെന്ത് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാസ്റ്റ് അയൺ നമ്മൾ പല ആപ്ലിക്കേഷൻസിനും ഉപയോഗിക്കുന്ന. മെഷീൻ ഷോപ്പിൽ നിങ്ങൾ മെഷീനറീസിൻ്റെ മോസ്റ്റ് ഓഫ് ദ പാർട്സ്, അതായത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് എല്ലാം കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്തൊക്കെ കാസ്റ്റ് അയണാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആദ്യം ഗ്രേ കാസ്റ്റ് അയണിനെ കുറിച്ച് പറയുന്നത്. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്ഷൻസ്, ഈ കാസ്റ്റ് അയണിൻ്റെ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഗ്രേഷ് കളറായിരിക്കും. അതുകൊണ്ടാണ് അതിന് പേര് വന്നത് ഗ്രേ കാസ്റ്റ് അയൺ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിനെ കൂടാതെയുള്ള മെയിൻ അലോയിങ് എലമെൻ്റ് എന്ന് പറയുന്നത് കാർബണാണ്. അപ്പോൾ കാർബണും അയണും കൂടിയാണ് കമ്പൈൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഫ്രീ സ്റ്റേറ്റിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കമ്പൈൻ സ്റ്റേറ്റിലേക്ക് ആകുന്ന സമയത്ത് അത് വേറൊരു മോളിക്യൂളാവും, അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റം വരും. പക്ഷേ ഫ്രീ സ്റ്റേറ്റിൽ വരുന്ന സമയത്തോ അങ്ങനെ ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അലോയാണ് ഇത് ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ ഫ്രീ ഫോമിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സെക്ഷൻ ഗ്രേ ആയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് കാണാം കാർബൺ കണ്ടന്റ് 3.5% വരെയാണ് ഉണ്ടാകുന്നത്. ദിസ് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ഹൈസ് കംപ്രസീവ് സ്ട്രെങ്ത്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രാഫൈറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് അതിന് ബെറ്റർ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്ലൈഡിങ് ആയിട്ടുള്ള പാർട്സൊക്കെ ഉണ്ടാക്കണം. മെഷീൻ ഷോപ്പിൽ നമ്മൾ ബെഡ്, അതായത് ലെയ്ത്തിൻ്റെ ബെഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണ്. അതിന് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ സ്ലൈഡിങ് പാർട്സിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ചില എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. അടുത്ത ഗ്രേ കാസ്റ്റ് അയണിൻ്റെ ആപ്ലിക്കേഷൻസ്. ലൂബ്രിക്കേഷൻ ആക്ഷൻ ഇസ് വെരി സ്യൂട്ടബിൾ ഫോർ പാർട്സ് where sliding action is desired. They are machine tool bodies, automotive, cylinder blocks, heads. അങ്ങനെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൈറ്റ് കാസ്റ്റ് അയൺ. ഇപ്പോൾ ഗ്രേ കാസ്റ്റ് അയണും വൈറ്റ് കാസ്റ്റ് അയണും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് അയണിൽ കാർബണും അയണും കൂടി കമ്പൈൻ സ്റ്റേറ്റിലാണുള്ളത്. കമ്പൈൻ സ്റ്റേറ്റ് അയൺ കാർബൈഡ് ഫോമിലാണുള്ളത്. കാണാം അയൺ കാർബൈഡ് ഫോമിലാണുള്ളത്. അപ്പോൾ അത് അയൺ ഒരു മോളിക്യൂളായി മാറിയത് കൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് അതൊരു കാർബണിൻ്റെ പ്രോപ്പർട്ടി, കാർബൺ ഒരു നേരത്തെ ഇതിൽ ഗ്രേ കാസ്റ്റ് അയണിൽ കണ്ട പോലെ അതിന് ഗ്രാഫൈറ്റ്, അതിന് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഒന്നും ഇത് എക്സിപ്റ്റ് ചെയ്യില്ല. ഇതിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, വൈറ്റ് ആയിരിക്കും. അതുകൊണ്ടായിരുന്നു ഇതിന് വൈറ്റ് കാസ്റ്റ് അയൺ എന്നാണ് പേര് വന്നത്. വൈറ്റ് കാസ്റ്റ് അയൺ ഹാസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ലോ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് ദ പ്രോസസ് ഓഫ് അയൺ കാർബൺ ഇൻക്രീസസ് ഹാർഡ്നെസ് ആൻഡ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മെഷീൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഇത് മെഷീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്, അയൺ കാർബൈഡ് നിങ്ങൾ നേരത്തെ നമ്മൾ സെറാമിക്സ് ഒക്കെ നോക്കിയപ്പോൾ പഠിച്ചത് കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മെഷീൻ. അപ്പോൾ അതാണ് വൈറ്റ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയണിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഡ്യൂ ടു വിയർ റെസിസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് യൂസ്ഡ് ഫോർ കാർ വീൽസ്, റോൾസ്, ക്രഷിംഗ് ഗ്രെയിൻസ് ആൻഡ് ജോ ക്രഷർ പ്ലേറ്റ്സ്. ഇതിലൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി മാലബിൾ കാസ്റ്റ് അയൺ. മാലബിൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അതൊരു വൈറ്റ് കാസ്റ്റ് അയൺ തന്നെയാണ്. അതിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിനെ എന്ത് ചെയ്യും, അതിൻ്റെ ഈ വൈറ്റ് കാസ്റ്റ് അയണിൻ്റെ ഒരു ഡിസെൻഡേഴ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഡിസെൻഡ് എന്തൊക്കെയാണ്, അതിൻ്റെ കമ്പൈൻ സ്റ്റേറ്റിലായതുകൊണ്ട് ഭയങ്കര ഹാർഡാണ്, ബ്രിട്ടിലാണ്. ദെൻ ടഫല്ല, കാരണം ടഫ്നെസ് ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഷോക്കൊന്നും അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. ചെറിയൊരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ അനീൽ ചെയ്യും. അനീൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാർബണിൻ്റെ അളവ് കുറച്ചിട്ട് അതിന് കുറച്ചും കൂടി പ്രോപ്പർട്ടീസ് മാലിയബിൾ ആക്കും. കുറച്ചും കൂടി ടഫ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കുറച്ചും കൂടി ടഫറാക്കും അതിന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന വൈറ്റ് കാസ്റ്റ് അയൺ ആകുന്നത് മാലബിൾ കാസ്റ്റ് അയൺ. എക്സലന്റ് മെഷീനിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ആർ ഇൻഎക്സ്പെൻസീവ്. Malleable cast iron applications. Malleable cast iron is used for making parts where the forging is expensive, such as hubs
ഫോർ വാഗൺ വീൽസ്, ബ്രേക്ക് സപ്പോർട്ട്സ് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി സ്പെറോയിഡൽ നോഡുലർ കാസ്റ്റ് അയൺ. നോഡുലർ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്രാഫൈറ്റ് അതിൻ്റെ നോഡുലർ ഫോമിലാണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ കാസ്റ്റ് അയൺ ആണെന്ന് സ്പെറോയിഡൽ ഓർ നോഡുലർ കാസ്റ്റ് അയൺ. ഇൻ ദിസ് കാസ്റ്റ് അയൺസ് ആർ ഗ്രാഫൈറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഫോം സ്ഫിയേഴ്സ് ഓർ നോഡ്യൂൾസ്. ദിസ് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഈസ് ഫൗണ്ട് ബൈ ആഡിങ് സ്മോൾ അമൗണ്ട്സ് ഓഫ് magnesium to the molten gray iron. The addition of magnesium causes the graphite to take the form of nodules or spheroids instead of normal or angular flakes. ഇതാണ് സ്പെറോയിഡൽ ഓർ നോഡുലർ ഗ്രാഫൈറ്റ് കാസ്റ്റ് അയൺ. അതിൻ്റെ ഗ്രാഫൈറ്റിൻ്റെ ഫോം മാറുന്നതേ ഉള്ളൂ. ഗ്രേ കാസ്റ്റ് അയണിനെ പോലെ തന്നെ ഒരു മെറ്റീരിയലാണിത്. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? നോഡുലർ കാസ്റ്റ് അയൺ ഈസ് ജനറലി യൂസ് ഫോർ കാസ്റ്റിംഗ് requires shock and impact resistance along with good machinability such as hydraulic cylinders, cylinder head rolls, rolling mills, centrifugally cast products. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ റോട്ടയൺ. റോട്ടയൺ എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടയൺ എന്ന് വെച്ചാൽ ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയണിനെയാണ് നമ്മൾ റോട്ടയൺ എന്ന് പറയുന്നത്. ഏറ്റവും 99.5% അതിൽ കാർബൺ കണ്ടൻറ്റ് വളരെ കുറച്ചിട്ടുണ്ടാകുന്ന അയണിനെയാണ് റോട്ടയൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദിസ് വെരി പ്യൂർ അയൺ where the iron content is of order 99.5%. It's produced by remelting the pig iron and a small amount of silicon, sulfur, phosphorus may be present. It's tough, malleable, ductile and can easily folded and welded. ഇതാണ് റോട്ടയൺ എന്ന് പറയുന്നത്. ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ. ഓക്കെ. ദെൻ സ്റ്റീൽ. സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ കാർബൺ കണ്ടൻറ്റ് വീണ്ടും കാസ്റ്റ് അയൺ കാർബൺ കണ്ടൻറ്റ് വീണ്ടും കുറയുമ്പോഴാണ് നമ്മൾ സ്റ്റീലിലേക്ക് പോകുന്നത്. ദിസ് ഇസ് ഫാർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ. ഇനോമറസ് വെറൈറ്റി ഓഫ് സ്റ്റീൽ ടു മീറ്റ് ദ വൈഡ് വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് requirement. Steel is basically an alloy of iron and carbon which carbon content can be less than 1.7%. Carbon content is present in the form of iron carbide, tin part, harness and രണ്ട് കാറ്റഗറീസ് ഓഫ് സ്റ്റീലാണ് പ്ലെയിൻ കാർബൺ സ്റ്റീലും അലോയ് സ്റ്റീലും. ഓക്കെ. പ്ലെയിൻ കാർബൺ സ്റ്റീലിനെ കുറിച്ച് നോക്കാം. The properties of plain carbon steel depend mainly on the carbon percentage and other alloying elements that are not usually present in more than 0.5 to 1%, such as 0.5 silicon, manganese. There is a large variety of plain carbon steel and they are designated. അതൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇനി പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എന്ത് ഡെഡ് മൈൽഡ് സ്റ്റീൽ containing 0.15% carbon and low carbon steel or mild steel that contains 0.15 to 0.46%. Then medium carbon steel that contains 0.45 to 0.8%. Then high carbon steel. അപ്പോൾ ഇത് ഈ മെറ്റീരിയലാണ് നമ്മൾ മെയിനായിട്ട് വർക്ക്ഷോപ്പിൽ ടൂൾസിനും ദെൻ വർക്ക് മെറ്റീരിയൽസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ മെഷീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ മൈൽഡ് സ്റ്റീൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കാർബൺ കണ്ടൻറ്റ് 0.15 to 0.46% ആണ്, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാകും? അത് മാലിയബിൾ ആയിരിക്കും, ഡക്റ്റൈൽ ആയിരിക്കും, അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അത് ഹാർഡ്നെസ് കുറവായിരിക്കും, ബ്രിട്ടിൽനെസ് ഉണ്ടാവില്ല. അപ്പോൾ ഹാർഡ്നെസ് കുറവായതുകൊണ്ട് അതിന് ഇൻഡൻറ്റേഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. പിന്നെ അതിൽ ഹൈ കാർബൺ സ്റ്റീൽ നിങ്ങൾ കണ്ടു. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻസ് 1.5% കാർബൺ. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീൽസ് ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ടൂൾ മെറ്റീരിയൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഫയല്, ദെൻ പഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടൂൾസ്, എല്ലാ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈ കാർബൺ സ്റ്റീൽ. ഇപ്പോൾ ലോ കാർബൺ സ്റ്റീൽസ് നോ അലൈങ് എലമെന്റ് അതർ ദെൻ കാർബൺ ഈസ് പ്രസന്റ് ഇൻ ലോ കാർബൺ സ്റ്റീൽ. They are present impurities. It's difficult to remove them in the process of melting because of the low carbon percentage. It cannot undergo heat treatment process. അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ലോ കാർബൺ സ്റ്റീൽസിന് എന്തുണ്ടാകും? നമ്മളൊരു മെറ്റൽ, അതായത് ഫെറസ് മെറ്റൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനോട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? കാർബൺ കണ്ടൻറ്റ് ഉണ്ടാവണം. കാരണം കാർബൺ കണ്ടൻറ്റിലെ വ്യത്യാസമാണ് ഇതിന് അത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതിലെ കാർബൺ എന്താണ്? അതിലുള്ള കാർബണിലുള്ളതാണ്. അപ്പോൾ അത് ഡസ് നോട്ട് റെസ്പോണ്ട് ടു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മെറ്റീരിയൽ നമുക്ക് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യേണ്ട എന്തിനും അതിൻ്റെ സർഫസിൽ കാർബൺ ആഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഹാർഡ്നെസ് കനോട്ട് ബി ഇൻക്രീസ് ബൈ കൺവെൻഷണൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. അപ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് നമ്പർ പറഞ്ഞിട്ടുണ്ട്, ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് മാലിയബിൾ. അപ്പോൾ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് സ്ക്രൂസ്, ബോൾസ്, നട്ട്സ്, വാഷേഴ്സ്, വയർ ഫെൻസസ്, ഓട്ടോമൊബൈൽ ബോഡി ഷീറ്റ്സ്, പ്ലേറ്റ്സ്, വയേഴ്സ്, ബിൽഡിംഗ് ബാർസ്, ഗ്രിൽസ്, ബീംസ്, ആംഗിൾ, ചാനൽസ്, etc. മീഡിയം കാർബൺ സ്റ്റീൽ കാർബൺ കണ്ടൻറ്റ് 3.45 to 0.8%. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഹാർഡ്നെസ് ദെൻ ലോ കാർബൺ സ്റ്റീലിനെക്കാളും കൂടുതലുണ്ട്. ഹാർഡ്നെസ് നമ്പർ 300 BH ആണ്. ബ്രില്ലിയൻ ഹാർഡ്നെസ് നമ്പറാണ് BH എന്ന് പറയുന്നത്. മീഡിയം കാർബൺ സ്റ്റീൽ റെസ്പോൺസ് ടു സ്ലൈറ്റ്ലി ടു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്. അതിനേക്കാളും കുറച്ചുകൂടി ലോ കാർബൺ സ്റ്റീലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ്. സ്ലൈറ്റ്ലി ഇത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഹാർഡ്നെസ് ക്യാൻ ബി ഫർദർ ഇൻക്രീസ് ഇഫ് റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ അതിന് ഹാർഡ്നെസ് നമുക്ക് അനീലിങ്, ടമ്പറിങ്, ഇതൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല. അനീലിങ്, ഹാർഡനിങ്, ടമ്പറിങ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദേ ഹാവ് ബെറ്റർ മെഷീനിങ് ക്വാളിറ്റീസ്. ജനറലി ദേ ആർ നോട്ട് ഹോട്ട് വർക്ക്.
ആപ്ലിക്കേഷൻസ് ഹോക്സ്, വയർ റോപ്സ്, ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്സ്, സ്പിൻഡിൽസ്, റെയിൽ ആക്സസ്, ഗിയേഴ്സ് ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മീഡിയം കാർബൺ സ്റ്റീൽ. ഹൈ കാർബൺ സ്റ്റീൽ ഇറ്റ് ഹാസ് കാർബൺ കണ്ടൻറ്റ് 0.8 to 1.7%. ഹൈ കാർബൺ സ്റ്റീൽസ് ഹയർ ടെൻസൈൽ സ്ട്രെങ്ത് ഹാർഡ്നസ് ദാൻ മീഡിയം കാർബൺ സ്റ്റീൽസ്. പ്രിൻറ്റ് ഹാർഡ്നസ് നമ്പർ വന്നിട്ടുണ്ട് 500. Then high carbon steel responds to readily to heat treatment. Okay, and its hardness can be further increased to desired values. They are good wear resistance. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ കാർബൺ സ്റ്റീൽ കാർബൺ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് കാർബൺ കണ്ടൻറ്റ് ഒരു മെറ്റീരിയൽ കാർബൺ കണ്ടൻറ്റ് കൂടുകയും കുറയുന്ന അതിൻ്റെ ഹാർഡ്നസ് കൂടുകയും കാർബൺ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് അതിൻ്റെ ഹാർഡ്നസ്സും ബ്രിട്ടിൽനെസ് കൂടും. കാർബൺ കണ്ടൻറ്റ് കുറയുന്ന സമയത്ത് അതിൻ്റെ ഹാർഡ്നസ്സും ബ്രിട്ടിൽനെസ്സും കുറയും, പക്ഷേ എങ്കിൽ ടഫ്നെസ് കൂടും, മാലിയബിലിറ്റി ഉണ്ടാവും, ഡക്ടിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ ഹൈ കാർബൺ സ്റ്റീൽ കാർബൺ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അതിന് ഹാർഡ്നസ് ഉണ്ടാവും. ഓക്കെ, then it responds to heat treatment. then അതുകൊണ്ട് ഹാർഡ്നസ് കൂടുതലായതുകൊണ്ട് അതിന് വെയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ്, റഞ്ചസ്, ചിസല്, പഞ്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. ഇനി അലോയ് സ്റ്റീൽ. അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അലോയ് സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, അതിൽ മെയിൻ അലോയിങ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അയണും കാർബണും പിന്നെ കുറച്ച് മെറ്റീരിയൽസൊക്കെയാണ് സാധാരണ സ്റ്റീലുണ്ടാവുക. ഇത് അലോയ് സ്റ്റീൽസിൽ ഇതിന് അയണിനും കാർബണിനും കൂടാതെ അലോയിങ് എലമെൻറ്റ്സ്, അതായത് ക്രോമിയം, മഗ്നീഷ്യം, മാംഗനീസ്, നിക്കൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വാരി ചെയ്യുന്ന അങ്ങനത്തെ സ്റ്റീൽസിനെയാണ് അലോയ് സ്റ്റീൽസ് എന്ന് പറയുന്നത്. ദിസ് ആർ സ്റ്റീൽസ് ഇൻ which elements other than carbon are added in sufficient quantities to impart desired properties such as wear resistance, corrosion. അപ്പോൾ അലോയ് സ്റ്റീൽസ് ആണ് വളരെ വലിയ വെറൈറ്റി ഓഫ് സ്റ്റീൽസാണ് അലോയ് സ്റ്റീൽസ് എന്ന് പറയുന്നത്. കാരണം ഓരോ അലോയിങ് എലമെൻറ്റിൻ്റെയും ചെറിയ വ്യത്യാസങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസിന്, കാരണം നമ്മൾ ഓരോ അലോയിങ് എലമെൻറ്റും കൂട്ടിയും കുറച്ചിട്ടും അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസ്, അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ആയിട്ട് നമുക്ക് മെറ്റീരിയൽസിൻ്റെ അലോയിങ് എലമെൻറ്റ്സ് വാരി ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ മെറ്റീരിയലിന് കൊറോഷൻ റെസിസ്റ്റൻസ് വേണ്ടി വരും, ചില മെറ്റീരിയലിന് ഹൈ ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യേണ്ട പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, ചില മെറ്റീരിയലിന് നല്ല ടഫ്നെസ് വേണം. അപ്പോൾ അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസ് നമുക്ക് അലോയിങ് എലമെൻറ്റ്സിൻ്റെ റേഷ്യോ മാറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാം, ചീഫ് അലോയിങ് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിക്കൽ, ക്രോമിയം, ടങ്സ്റ്റൺ, വനേഡിയം, മാംഗനീസ്, സിലിക്കൺ, കൊബാൾട്ട് ആൻഡ് മോളിബ്ഡനം. ഇതിൽ ഓരോന്നിനും ചേരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിക്കൽ ഫോർ സ്ട്രെങ്ത് ആൻഡ് ടഫ്നെസ്, ക്രോമിയം ഫോർ ഹാർഡ്നസ് ആൻഡ് സ്ട്രെങ്ത്, ടങ്സ്റ്റൺ ഫോർ ഹാർഡ്നസ് ആൻഡ് എലിവേറ്റഡ് ടെമ്പറേച്ചർ, വനേഡിയം ഫോർ ടെൻസൈൽ സ്ട്രെങ്ത്, മാംഗനീസ് ഫോർ ഹൈ സ്ട്രെങ്ത്, സിലിക്കൺ ഫോർ ഹൈ ഇലാസ്റ്റിക് ലിമിറ്റ്, കൊബാൾട്ട് ഫോർ ഹാർഡ്നസ്, മോളിബ്ഡനം ഫോർ എക്സ്ട്രാ ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പോൾ ഇതിൽ ചില മെറ്റീരിയൽ നമ്മൾ പിന്നെ ക്രോമിയം ചേരുമ്പോൾ അല്ലെങ്കിൽ ടങ്സ്റ്റൺ ചേരുന്ന സമയത്ത് അതിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് കൂടും. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇറ്റ്സ് വൺ സച്ച് എൻ അലോയ് സ്റ്റീൽ. അതൊരു അലോയ് സ്റ്റീലാണ്. ദാറ്റ് ഗീവ്സ് ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ്. വൺ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് 18/8 സ്റ്റീൽ ബാർ. എന്തൊക്കെയാണ് അലോയ് എലമെൻറ്റ്സിലെ? ക്രോമിയം ആൻഡ് നിക്കൽ. ക്രോമിയം 18%, നിക്കൽ 8% ഒരു ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിൻ്റെ ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് കുറേ ടൈപ്പ് ഉണ്ട്, കാരണം കോമ്പസിഷൻ മാറുന്ന വെച്ചിട്ട് പലതും ഉണ്ടാവും. ഇനി നമുക്ക് താഴെ കാണാം ഹൈ സ്പീഡ് സ്റ്റീൽ. ഹൈ സ്പീഡ് സ്റ്റീലാണ് നമ്മൾ ഇതാണ് നിങ്ങൾ ഏറ്റവും പഠിക്കാനുള്ളത്. നമ്മളെ മെഷീൻ ഷോപ്പിൽ ടൂൾ മെറ്റീരിയലായിട്ട് നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്നത്, നേരത്തെ ടൂൾ മെറ്റീരിയൽ പറഞ്ഞു കാർബൈഡ് ഉണ്ടായിരുന്നു, ടങ്സ്റ്റൺ കാർബൈഡ് ഉണ്ട്, ടൈറ്റാനിയം കാർബൈഡ് ഉണ്ട്, ദെൻ ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് ഉണ്ട്, അങ്ങനെ കുറേ വേറെ മെറ്റീരിയൽസും ഉണ്ട്. പക്ഷേ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. അതായത് കട്ടിംഗ് ടൂൾ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ നോക്കാം. ഇതിൽ സ്റ്റീൽ കണ്ടെയ്ൻസ് 80% ടങ്സ്റ്റൺ, 4% chromium and 1% vanadium. It's considered one of the best all-purpose tool steels. It's used widely for drills, lathe, planer, shape, tools, milling cutters. അങ്ങനെ വൈഡ് വെറൈറ്റി ആപ്ലിക്കേഷൻസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മളെ മെഷീൻ ഷോപ്പിൽ കട്ടേഴ്സിൽ മെഷീൻ, അതായത് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളായ മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾ എല്ലാത്തിലും ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്നത്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, എന്തുകൊണ്ട് ഇത് പഠിക്കേണ്ട